ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുണ്യാവതാരങ്ങളായ ശ്രീരാമചന്ദ്രസ്വാമിയും ശിവഭഗവാന് പോലും 7.5 ശനിക്കാലത്ത് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. വീട് വിട്ടിറങ്ങുക, കളവ് കേൾക്കേണ്ടി വരിക, ഇതെല്ലാം നടന്നു കഴിഞ്ഞില്ലേ? സ്വാമി, ഇനി ഞാൻ അനുഭവിക്കാൻ ഒന്നുമില്ല. ഇപ്പൊ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരണം. അമ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് മകനിലാണല്ലേ? ആ മകനെ സ്വന്തം ചിറകിൽ ഒളിപ്പിച്ച് തന്നെയാ അമ്മ വളർത്തിയതും. ഈ മകനില്ലെങ്കിൽ അമ്മയില്ല, അമ്മയുടെ സാന്നിധ്യമില്ലെങ്കിൽ മകനുമില്ല. അതായത് അമ്മയുടെ സർവസ്വവും ഈ മകനിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? സത്യമാണ് സ്വാമിജി. എത്ര വഴക്കും ബഹളമൊക്കെ ആണെങ്കിലും അവനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് തള്ളി നീക്കാൻ പറ്റില്ല. എങ്കിൽ ആപത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും അല്ല. കഷ്ടകാലത്തിന്റെ കയ്പുനീര് കുടിക്കാൻ വിധിക്കപ്പെട്ടത്, 7.5 ശനിയുടെ തിക്താനുഭവങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത് മകന് തന്നെയാ. ഒന്നിനു പിറകെ ഒന്നായി ആപത്തുകൾ വരാൻ പോകുന്നതും മകന് തന്നെയാ. ഉരുക്ക് വളയമാണ് മുന്നിൽ കാണുന്നത്. കേസ് ഒഴിഞ്ഞിട്ട് നേരം കാണാൻ വഴിയില്ലല്ലോ ഈ മകന്. അവന്റെ ചുമലിൽ താങ്ങാനാവുന്നതിലും അധികം ഭാരം ഇപ്പോഴുണ്ട്. അതിനിയും കൂടാം. കുഴഞ്ഞു വീഴാതെ നോക്കാൻ കൂടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥന, അതുമാത്രമേ പരിഹാരമായുള്ളൂ. സ്വാമി, ഈ അമ്മ ജീവിക്കുന്നത് തന്നെ ആ മോനു വേണ്ടിയാ. ഈ പറഞ്ഞതെല്ലാം കേട്ടിരിക്കുന്നതും ചങ്ക് നീറിക്കൊണ്ട് തന്നെയാ. ഉചിതമായൊരു പരിഹാരം അത് പറഞ്ഞു തരണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളെയും അകറ്റി നിർത്താം. അത് സത്യാമ്മയ്ക്ക് വേണ്ടുവോളം ഉണ്ട്. മരിച്ചു മണ്ണടിഞ്ഞവരും മോക്ഷം കിട്ടാത്തവരും നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നാൽ സ്വസ്ഥതക്കേടാ. അതുകൊണ്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്താനുള്ള വഴിപാടുകൾ നടത്തുക. കുളിച്ച് ഈറനോടെ ബലിയിടുന്നതിനേക്കാൾ പുണ്യപ്രവൃത്തി വേറെ ഒരു വഴിപാടിനും ഇല്ല. പ്രധാനമായും ചെയ്യേണ്ടത് ഈ ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്തുന്നതിനായി കുന്നുംപുറം കാർത്തിക ക്ഷേത്രത്തിലെ 101 പടികൾ മുട്ടിലിഴഞ്ഞു കയറണം. അതിപ്പോ എന്റെ ഒരു ആരോഗ്യസ്ഥിതി പറ്റുന്നതല്ലെങ്കിൽ സത്യഭാമയ്ക്ക് വേണ്ടി മകനുമായി ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ചെയ്താലും മതി. പക്ഷെ വഴിപാട് നടത്തണം. ഒരു മുജ്ജന്മ ശാപം കിടക്കുന്നുണ്ട്. അത് മാറിയാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാകും. പക്ഷേ ഈ വഴിപാട് നടത്താൻ സ്വാമി. എനിക്കെന്റെ മകൻ കഴിഞ്ഞേയുള്ളൂ എല്ലാം. അവന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മനസ്സലിയുന്നത് വരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ നല്ല ഭക്തർക്ക് മുന്നിൽ കണ്ണു തുറക്കാതിരിക്കില്ല.